നമസ്കാരം, സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഷാജി കുഞ്ഞുമോൻ. പ്രധാന വാർത്തകൾ. മുടപ്പല്ലൂരിൽ നടന്നുവന്ന സംസ്ഥാന ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ തിരുവനന്തപുരം ജില്ലാ ജേതാക്കളായി. സമാപന പരിപാടി മന്ത്രി എം വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. വയനാടിന് കൈത്താങ്ങായി വടക്കഞ്ചേരിയിലെ മിമിക്രി കലാകാരന്മാർ. വടക്കഞ്ചേരി ടൗണിൽ മിമിക്രി അവതരിപ്പിച്ചും ഗാനങ്ങൾ ആലപിച്ചുമാണ് ധനസമാഹരണം നടത്തിയത്. ഓണത്തോടനുബന്ധിച്ച് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ ഓണം സ്വർണോത്സവം സംഘടിപ്പിച്ചു. ചെറുകിട ജ്വല്ലറികളുടെ നിലനിൽപ്പിന്റെ ഭാഗമായാണ് സ്വർണോത്സവം സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ. വാർത്തകൾ വിശദമായി. മുടപ്പല്ലൂരിൽ നടന്നുവന്ന സംസ്ഥാന ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ തിരുവനന്തപുരം ജില്ലാ ജേതാക്കളായി. സമാപന പരിപാടി മന്ത്രി എം വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. മുടപ്പല്ലൂരിൽ നടന്നുവന്ന സംസ്ഥാന ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ തിരുവനന്തപുരം ഓവറോൾ ചാമ്പ്യന്മാരായി. 145 പോയിന്റ് നേടിയാണ് തിരുവനന്തപുരം ജില്ല ഒന്നാമതെത്തിയത്. 57 പോയിന്റ് നേടി കോഴിക്കോട് ജില്ല രണ്ടാം സ്ഥാനവും 45 പോയിന്റോടെ കണ്ണൂർ ജില്ല മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി. ജൂനിയർ ആൺ പെൺ, യൂത്ത് ആൺ പെൺ വിഭാഗങ്ങളിലായി കഴിഞ്ഞ 5 ദിവസമായി മുടപ്പല്ലൂർ പങ്കജ ഓഡിറ്റോറിയത്തിലാണ് മത്സരങ്ങൾ നടന്നു വന്നത്. സമാപന സമ്മേളനവും സമ്മാനദാനവും മന്ത്രി എം വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. വളരെ പരിചിതമല്ലാത്ത ടെലിവിഷനിൽ മാത്രം നമ്മൾ ധാരാളമായി കണ്ടിട്ടുള്ള ഒരു കായിക വിനോദം നേരിട്ട് കാണാനുള്ള ഒരു അവസരം കിട്ടിയാണ്. ഇതിന്റെ സംഘാടകരെയും ബോക്സിംഗ് ഫെഡറേഷനെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ അത്ര വ്യാപകമായി കിട്ടാത്ത ഒരു കായിക വിനോദമാണ് ബോക്സിംഗ്. വളരെ ദൂരെ നിന്ന് രീതിയിൽ മക്കളെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ധാരാളം തെറ്റിദ്ധാരണകൾ ബോക്സിംഗ് സംസ്ഥാന ചാമ്പ്യൻഷിപ്പിന് ഇവിടെ വേദിയിൽ അഭിനന്ദനാർഹമാണ്. ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും വിജയികളെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഒപ്പം പങ്കെടുത്ത എല്ലാവരെയും കൃത്യമായി അഭിനന്ദിച്ചുകൊണ്ട് ഇതിന്റെ സംഘാടകരെ കെ ഡി പ്രസേനൻ MLA അധ്യക്ഷനായി. ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് കെ പ്രേംകുമാർ MLA, ദ്രോണാചാര്യ അവാർഡ് ജേതാവ് ഡോക്ടർ ഡി ചന്ദ്രലാൽ, ബോക്സിംഗ് ലോക ചാമ്പ്യൻ KC ലേഖ, മുൻ MLA CK രാജേന്ദ്രൻ, ചലച്ചിത്ര താരം ജെയ്സ് ജോസ്, പഞ്ചായത്ത് പ്രസിഡന്റ് KL രമേശ്, TM ശശി, T കണ്ണൻ, KK ജ്യോതികുമാർ, VC നിഖിൽ എന്നിവർ സംസാരിച്ചു. വയനാടിന് കൈത്താങ്ങായി വടക്കഞ്ചേരിയിലെ മിമിക്രി കലാകാരന്മാർ. വടക്കഞ്ചേരി ടൗണിൽ മിമിക്രി അവതരിപ്പിച്ചും ഗാനങ്ങൾ ആലപിച്ചുമാണ് ധനസമാഹരണത്തിന് ഇറങ്ങിയത്. വടക്കഞ്ചേരിയിലെ മിമിക്രി കലാകാരന്മാർ വയനാടിന് ഒരു ചെറിയ കൈത്താങ് എന്ന ലക്ഷ്യത്തോടെ വടക്കഞ്ചേരി പട്ടണത്തിൽ മിമിക്രി അവതരിപ്പിച്ചുകൊണ്ട് ഫണ്ട് ശേഖരണം നടത്തി. റിലീഫിന്റെ ഒരു സംഭവത്തിന് വേണ്ടിയിട്ടാണ്. മിമിക്രി കലാകാരന്മാരായ ഹക്കീം ഷാ, രാജേഷ്, ഹരികൃഷ്ണൻ, സുനിൽ, ഷാഹുൽ, പ്രജീഷ്, ചെന്താമര, ഷംസുദ്ദീൻ തുടങ്ങിയ കലാകാരന്മാരാണ് പട്ടണത്തിൽ മിമിക്രി ഷോയുമായി ദുരിതാശ്വാസ പിരിവിന് ഇറങ്ങിയത്. So actually
എന്റെ പ്രശ്നം എന്താണെന്നറിയോ? എന്റെ തലയിൽ മുടിയിൽ ജോസിന് അല്ലേ ഭയങ്കര പവർഫുള്ളാണ്, പിന്നെ സേഫ് ഭയങ്കര സേഫാണ്. എനിക്ക് മനസ്സിലായി. രണ്ടെണ്ണം ജീവിക്കുന്നു. എന്റെ നോക്കിട്ട് വീണ്ടും നോക്കിട്ടാണ് ഈ ആനപ്പിന്നെ ആനപ്പിന്നെ എങ്ങനെ എടുക്കാം, എന്നിട്ട് നന്നായിട്ട് കുടിക്കാം. വളരെ കഷ്ടപ്പെട്ട ഒരു കുട്ടിയാണ്. വയനാട്ടില് ഒരുപാട് വീടുകൾ ഉയർന്നു പൊങ്ങിയത്, അതെല്ലാം ഒരു നിമിഷം കൊണ്ട് ചാപ്പലാകുന്ന അവസ്ഥ ആലോചിക്കാൻ പോലും കഴിയില്ല. എന്തായാലും ഇങ്ങനെ ദാരുണമായ സംഭവങ്ങൾ അനുഭവിക്കേണ്ടി വന്നവർക്ക് ഞങ്ങളോ കഴിയുന്ന ഒരു ചെറിയ സംഭാവന എന്നത് മാത്രമാണ് ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായിട്ട് ഞങ്ങളുടെ കുറെ കലാകാരന്മാരെ ഇറങ്ങിത്തിരിച്ചത്. ശബ്ദ സംവിധാനവും മറ്റു ചെലവുകളും സൗജന്യമായി ലഭിച്ചതിനെ തുടർന്ന് അധിക ചെലവുകൾ ഒന്നും വന്നില്ല. അതുകൊണ്ട് തന്നെ ബക്കറ്റ് പിരിവിലൂടെ കിട്ടിയ 21,295 രൂപ മുഴുവനായും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഏൽപ്പിച്ചു. മിമിക്രി ഷോയുടെ ഭാഗമായുള്ള വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം PP സുമോദ് MLA നിർവഹിച്ചു. വയനാട് ജില്ലയിലെ ചൂരൽമല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടി ഒട്ടേറെ മനുഷ്യജീവനുകൾ നഷ്ടപ്പെട്ടു. ആ ദുരന്തമുഖത്ത് അനുസ്യൂതമായ രക്ഷാപ്രവർത്തനവും പുനരധിവാസവുമെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും അതിലൊരു ഘട്ടമെന്നത് ഇവരെ പുനരധിവസിക്കാൻ ആവശ്യമായ വലിയ തുക സമാഹരിക്കുക എന്നതാണ്. അത്തരം ലക്ഷ്യത്തിന് വേണ്ടിയുള്ള വ്യത്യസ്തങ്ങളാർന്ന പ്രവർത്തനങ്ങൾ നാടാകെ ഏറ്റെടുക്കുകയാണ്. മിമിക്രി കലാകാരൻ ഹരികൃഷ്ണൻ അധ്യക്ഷനായി. വ്യാപാരി സംരക്ഷണ സമിതി സെക്രട്ടറി സതീഷ് ചാക്കോ, പ്രസിഡന്റ് CK അച്യുതൻ, പ്രജീഷ്, രാജേഷ് എന്നിവർ സംസാരിച്ചു. വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്കായുള്ള ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവനയ്ക്കായി വലിയ സ്വീകാര്യതയാണ് പട്ടണത്തിലെ വ്യാപാരികളിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും ലഭിച്ചത്. വയനാട്ടിലെ ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ വടക്കഞ്ചേരി കുറേ മിമിക്രി കലാകാരന്മാരെ ഒന്നിച്ച് എന്തെങ്കിലും ഒരു കൈത്താങ്ങ് ചെയ്യണമെന്നൊരു അഭിപ്രായം ഞങ്ങളൊരാളെ ഹരികൃഷ്ണൻ പറയുകയും അത് ഞങ്ങളെല്ലാവരും കൂടി തീരുമാനത്തിൽ വടക്കഞ്ചേരി തന്നെ കൂട്ടായി ഒരു ബക്കറ്റ് പിരിവായിട്ട് ഞങ്ങൾ കളക്ട് ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു. ആ തുക ഞങ്ങൾ നമ്മുടെ തരൂർ MLA PP സുമോദ് അദ്ദേഹത്തിനെ ഏൽപ്പിക്കുകയാണ് പ്ലാൻ. വടക്കഞ്ചേരിയിലെ മിമിക്രി കലാകാരന്മാർ പിരിവിന് ഇറങ്ങി. നല്ല സഹകരണമായിരുന്നു. എല്ലാവരും നമ്മുടെ വടക്കഞ്ചേരിക്കാരെ കാണുമ്പോൾ തന്നെ ഭയങ്കര സഹകരണം. അവർ കയ്യിലുള്ള പൈസ എത്രയെന്ന് വെച്ചാൽ അത് നമ്മളുടെ ആ ഹുണ്ടികയിലിട്ടു. വളരെയധികം സന്തോഷമായിരുന്നു അന്നത്തെ ദിവസം. ഞങ്ങളെന്തായാലും ഈ സംരംഭം വളരെ വൃത്തിയായി തന്നെ എല്ലാവരും ഈ മിമിക്രി വടക്കഞ്ചേരിയിലെ മിമിക്രി ആർട്ടിസ്റ്റ് എല്ലാവരും കൂടെ എല്ലാ കടകളിലും കയറി എൻ്റെ മൊത്തം ഞങ്ങൾക്ക് തുക കിട്ടിയിരിക്കുന്നത് 21,555 രൂപ മൊത്തം ഞങ്ങൾക്ക് അത് കിട്ടിയിട്ടുണ്ട്. ഓണത്തിനോടനുബന്ധിച്ച് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ ഓണോ സ്വർണോത്സവം സംഘടിപ്പിക്കും. വൻകിട സ്വർണ്ണ വ്യാപാരികളുടെ വാഗ്ദാനങ്ങൾക്കിടയിൽ ചെറുകിട ജ്വല്ലറിക്കാരുടെ നിലനിൽപ്പിനായാണ് സ്വർണോത്സവം സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സംഘടനയിൽ അംഗങ്ങളായ 2000-ഓളം ജ്വല്ലറികളാണ് സ്വർണോത്സവം സംഘടിപ്പിക്കുന്നത്. ബമ്പ സമ്മാനമായി 100 പവൻ സ്വർണം നൽകും. ഒന്നാം സമ്മാനമായി 25 പവനും 2ാം സമ്മാനമായി 10 പവനും 3ാം സമ്മാനമായി 5 പവനും നൽകും. വാർത്താ സമ്മേളനത്തിൽ അസോസിയേഷൻ ഭാരവാഹികളായ ജോബി V ചുങ്കത്ത്, V ഗോപി, P ബൈജുറാം, K ബാലകൃഷ്ണൻ, K വിജയൻ, N മുരളീധരൻ എന്നിവർ പങ്കെടുത്തു. സ്വർണ്ണ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് കസ്റ്റമേഴ്സിന് ലഭിക്കുന്ന സൗജന്യമായിട്ടുള്ള കൂപ്പണുകൾ, സൗജന്യമായിട്ടാണ് കൂപ്പണുകൾ നൽകുന്നത്. അതിന് ലിമിറ്റേഷൻസ് വെച്ചിട്ടില്ല. ഏത് സ്വർണ്ണക്കടക്കാരന് ഏത് ലെവലിലുള്ള എന്ത് കച്ചവടം നടത്തിയാലും കൂപ്പൺ സൗജന്യമായിട്ട് കൊടുക്കാനായിട്ട് അനുവദിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കൂപ്പണുകൾ നറുക്കിട്ടെടുക്കുന്നത് സംസ്ഥാന നേതൃത്വത്തിന്റെയും ജില്ലാ നേതൃത്വത്തിന്റെയും ഒക്കെ മുഴുവൻ ഉത്തരവാദിത്വത്തോടും ഒപ്പം തന്നെ സുതാര്യത നിലനിർത്തിക്കൊണ്ടും നല്ല രീതിയിലുള്ള നറുക്കെടുപ്പുകൾ നടത്തണം എന്നുള്ളത് നിർബന്ധമായിട്ട് വെച്ചിട്ടുണ്ട്.
പക്ഷെ ആർക്കും ഒരു ബാധ്യതയും വരുത്താത്ത തരത്തിൽ തന്നെ ഇതിലെ മെഗാ സമ്മാനമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് 100 പവൻ സ്വർണ്ണാഭരണമാണ്. ആ 100 പവൻ സ്വർണം കൊടുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഒന്നാം സമ്മാനമായിട്ട് 25 പവനും, രണ്ടാം സമ്മാനമായിട്ട് 10 പവനും, മൂന്നാം സമ്മാനമായിട്ട് 5 പവനും, പ്രോത്സാഹന സമ്മാനങ്ങളായിട്ട് 1100 പേർക്ക് 1 ഗ്രാം വീതം സ്വർണവും. ശരണമന്ത്രങ്ങളാൽ ഭക്തിസാന്ദ്രമായ നെൽപ്പാടത്തു നിന്ന് സമൃദ്ധിയുടെ നെൽക്കതിരുകൾ അയ്യപ്പ സന്നിധിയിലേക്ക്. പാലക്കാട് എലപ്പുള്ളി കാരാങ്കോട് സ്വദേശി കിരൺ കൃഷ്ണമണിയുടെ പാടത്തെ ആദ്യ വിളവാണ് നിറപുത്തരിക്കായി കൊയ്തെടുത്തത്. വർഷങ്ങൾക്ക് ശേഷമാണ് എലപ്പുള്ളിയിൽ നിന്നും നിറപുത്തരി കതിരുകൾ സമർപ്പിക്കുന്നത്. 1.25 ഏക്കർ പാടത്താണ് ഇദ്ദേഹം കൃഷി ഇറക്കിയിരിക്കുന്നത്. ഇതിൽ നിന്നും 30ഓളം കതിർക്കറ്റകളാണ് ശബരിമലയിലേക്ക് സമർപ്പിച്ചത്. ദേവസ്വം ബോർഡിന്റെയും അയ്യപ്പസേവാ സംഘത്തിന്റെയും നേതൃത്വത്തിലാണ് കൃഷി ഇറക്കിയത്. കർഷകരും കർഷക തൊഴിലാളികളും കൊയ്തെടുത്ത നെൽക്കതിരുകൾ വ്രതമെടുത്ത അയ്യപ്പ ഭക്തരാണ് ചുമലിലേറ്റി ശബരിമലയിലേക്ക് പുറപ്പെടുന്നത്. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നടന്ന കൊയ്ത്തുത്സവം എലപ്പുള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് കെ രേവതി ബാബു ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ കെ രാധ, പി ശ്രീരാം, പി രാമചന്ദ്രൻ, എ രാജമാണിക്യം, ദാസ് പല്ലാവൂർ, KMS കൃഷ്ണകുമാർ, KS ശിവകുമാർ, സത്യദേവൻ, സുരേഷ് കുമാർ, സി അപ്പുണ്ണി എന്നിവർ സംസാരിച്ചു. പാലക്കാട് NSS വാർഷിക പൊതുയോഗം നടന്നു. താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK മേനോൻ ഉദ്ഘാടനം ചെയ്തു. മുകുന്ദൻ ഉണ്ണി അധ്യക്ഷനായിരുന്നു. താലൂക്ക് യൂണിയൻ സെക്രട്ടറി N കൃഷ്ണകുമാർ, KP രാജഗോപാൽ, കരുണാകരൻ, നാരായണൻകുട്ടി, M ശിവാനന്ദൻ, രാമചന്ദ്രൻ നായർ, സഹദേവൻ നായർ എന്നിവർ സംസാരിച്ചു. KSEB പെൻഷനേഴ്സ് കൂട്ടായ്മ 3ാം സംസ്ഥാന സമ്മേളനം ചൊവ്വാഴ്ച നടക്കും. KSEBയും ജീവനക്കാരും നേരിടുന്ന പ്രയാസങ്ങളും പെൻഷൻകാരുടെ പ്രതിസന്ധി സമ്മേളനത്തിൽ ചർച്ചയാവുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സ്വാഗത സംഘം ചെയർമാൻ S പരമേശ്വരൻ, ജനറൽ കൺവീനർ R സ്വാമിനാഥൻ, KB സ്വാമിനാഥൻ, PK രാജൻ, K ഈശ്വരൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അതേപോലെ പെൻഷൻ സംഘടന കൂട്ടായ്മ നാളിതുവരെ പെൻഷൻകാർക്ക് ഇടയിൽ കൊണ്ടുവന്നിട്ടുള്ള പ്രവർത്തനങ്ങളുടെ മികവുകളും ചർച്ച ചെയ്തു പോകുന്ന രീതിയിലായിരിക്കും സമ്മേളനം മുമ്പോട്ട് പോകുക. ഒട്ടനവധി കാര്യങ്ങൾ പെൻഷൻ കൂട്ടായ്മയ്ക്ക് KSEBയുടെ പെൻഷനേഴ്സിനിടയിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിലൊന്നാണ് അർജന്റ് റിലീഫ് ഫണ്ട് എന്ന് പറയുന്ന രീതിയിലുള്ളത്. അതായത് പെൻഷൻകാരിൽ വരുന്ന അസുഖം ബാധിച്ച അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ആക്സിഡന്റ് വന്നിട്ടുള്ള. പാലക്കാട് വലിയ പാടം ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ കർക്കിടക മാസാചരണത്തോടനുബന്ധിച്ച് ഗജപൂജ, ആനയൂട്ട് എന്നിവ നടന്നു. ബ്രഹ്മശ്രീ വാസുദേവ വാദ്യാർ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, നവകം, പഞ്ചഗവ്യം, വിഘ്നേശ്വരന് പ്രത്യേക പൂജ, അഭിഷേകങ്ങൾ എന്നിവ നടന്നു. തുടർന്ന് ദേശവാസികളും ഭക്തജനങ്ങളും ചേർന്ന് ഗജവീരന്മാർക്ക് ഊട്ട് നൽകി. രാവിലെ കർക്കിടക ഔഷധ കഞ്ഞി വിതരണവും ഉണ്ടായിരുന്നു. ക്ഷേത്രം ഭാരവാഹികളായ M ഗിരീഷ് കുമാർ, R സുരേഷ് മേനോൻ, അനിൽകുമാർ, പ്രകാശ്, ഗോകുലകൃഷ്ണൻ, മനോജ് കുമാർ, സിജിൻ സാബു, സഞ്ജയ്, ഗോപിനാഥ് എന്നിവർ നേതൃത്വം നൽകി. പാലക്കാട് രാമനാഥപുരം NSS കരയോഗം, വനിതാ സമാജം എന്നിവയുടെ നേതൃത്വത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി രാമായണ പാരായണവും ലളിത സഹസ്രനാമ ജപവും നടത്തി. താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് KK മേനോൻ ഉദ്ഘാടനം ചെയ്തു. K സന്തോഷ് കുമാർ അധ്യക്ഷനായിരുന്നു. P സന്തോഷ് കുമാർ, ഹരിദാസ് മച്ചിങ്കൽ, P ശാലിനി, J അമ്പിളി, വസന്തി മനോജ്, TS ഗീത, ശൈലജ ഉല്ലാസ്, R സുഹാസിനി, ശ്രീകല കുട്ടികൃഷ്ണൻ, P ബിന്ദു എന്നിവർ സംസാരിച്ചു. വടക്കഞ്ചേരി ഇനി ഫാക്ടറി വിലി ചെരുപ്പുകൾ ലഭ്യമാക്കാൻ ഇവ ഫാക്ടറി സെയിൽ ഒരുങ്ങിക്കഴിഞ്ഞു. വടക്കഞ്ചേരി സുനിത ജംഗ്ഷന് സമീപം
പഞ്ചായത്ത് പാർക്കിംഗ് ഗ്രൗണ്ടിന് എതിർവശത്താണ് ഇവ ഫാക്ടറി സെയിൽ എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ബ്രാൻഡഡ് കമ്പനികളുടെ ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഒരുക്കിയ പാദരക്ഷകൾ ഫാക്ടറി വിലയിൽ ലഭ്യമാക്കുകയാണ് ലക്ഷ്യമെന്ന് സ്ഥാപന ഉടമകൾ അറിയിച്ചു. ന്യൂജൻ സ്റ്റൈലിൽ തയ്യാറാക്കിയ വിവിധ കമ്പനികളുടെ ഷൂസുകളും ലേഡീസ് ബാഗുകളും കുട്ടികൾക്കായുള്ള ചെരുപ്പുകളുടെ വലിയ ശേഖരവുമായിട്ടാണ് ഇവ ഫാക്ടറി സെയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഷോറൂമിന്റെ ഉദ്ഘാടനം തരൂർ MLA PP സുമോ നിർവഹിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് KM ജലീൽ, മറ്റു പ്രമുഖർ എന്നിവർ പങ്കെടുത്തു. തരൂർ ശ്രീ പൂതക്കോട് ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി വിവിധ ചടങ്ങുകൾ നടന്നുവരുന്നു. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി പ്രത്യേക പൂജകളും നിറമാല, ചുറ്റുവിളക്ക്, ഭഗവത് സേവ എന്നിവയും നടന്നുവരുന്നു. ഇല്ലന്നറ ആഘോഷവും സംഘടിപ്പിച്ചു. എല്ലാ ദിവസവും രാമായണ പാരായണവും നടക്കുന്നുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുടപ്പല്ലൂരിൽ നടന്നുവന്ന സംസ്ഥാന ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ തിരുവനന്തപുരം ജില്ലാ ജേതാക്കളായി. സമാപന പരിപാടി മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. വയനാടിന് കൈത്താങ്ങായി വടക്കഞ്ചേരിയിലെ മിമിക്രി കലാകാരന്മാർ. വടക്കഞ്ചേരി ടൗണിൽ മിമിക്രി അവതരിപ്പിച്ചും ഗാനങ്ങൾ ആലപിച്ചുമാണ് ധനസമാഹരണം നടത്തിയത്. ഓണത്തോടനുബന്ധിച്ച് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ ഓണം സ്വർണോത്സവം സംഘടിപ്പിച്ചു. ചെറുകിട ജ്വല്ലറികളുടെ നിലനിൽപ്പിന്റെ ഭാഗമായാണ് സ്വർണോത്സവം സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.